ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് സെർട്ടിൻ, ഗ്രാഫീൻ, നാഷണൽ ക്വാണ്ടം മിഷൻ, സെൻട്രൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ, ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ ആൻഡ് ഇന്ത്യ, FCRA ആൻഡ് NGOs. അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെർട്ടിനെ കുറിച്ചാണ്. ഈ സെർട്ടിനെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പും ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി ഇതെന്താണെന്ന് മനസ്സിലാക്കുക. സെർട്ടിൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ്. ബേസിക്കലി ഇന്ത്യയുടെ സൈബർ സെക്യൂരിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന, അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി ത്രെഡ്സിനൊക്കെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇന്ത്യയുടെ ഒരു നോഡൽ ഏജൻസിയാണ് ഈ സെർട്ടിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെർട്ടിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ ഇന്നത്തെ ദ ഹിന്ദു ന്യൂസ് പേപ്പറിൻ്റെ പേജ് 14 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിക്കിളിനകത്ത് അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെർട്ടിൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇന്ത്യയുടെ ഒരു നാഷണൽ നോഡൽ ഏജൻസി ഫോർ റെസ്പോണ്ടിങ് ടു കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഇൻസിഡൻസ് ഇൻ ഇന്ത്യ. അതാണ് ഇവരുടെ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഇന്ത്യയിൽ ഈ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി ഇൻസിഡൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു നാഷണൽ നോഡൽ ഏജൻസിയാണ് സെർട്ടിൻ എന്ന് പറയുന്നത്. ഇനി ഇവരുടെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത് ഇന്ത്യയുടെ സൈബർ സ്പേസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ സൈബർ സ്പേസിനെ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുക? രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഇത്തരത്തിലുള്ള സൈബർ സെക്യൂരിറ്റി ഇൻസിഡൻസ് അല്ലെങ്കിൽ സൈബർ ഇൻസിഡൻസ് നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് നടക്കുന്നതിന് മുമ്പ് തന്നെ പ്രൊആക്റ്റീവായിട്ട് ആ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുക, അല്ലെങ്കിൽ മുൻകൂട്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ട് അതിനെ അഡ്രസ്സ് ചെയ്യുക. രണ്ടാമതായിട്ട്, ഇത്തരത്തിലുള്ള ഇൻസിഡൻസ്, സൈബർ സെക്യൂരിറ്റി ഇൻസിഡൻസ് നടന്നു കഴിഞ്ഞാൽ അതിനോട് കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യുക. ഈ രണ്ട് രീതിയിലൂടെ ഇന്ത്യയുടെ സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ സൈബർ സ്പേസിനെ സെക്യൂർ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഇവർ നിലവിൽ വർക്ക് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ കീഴിൽ, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കീഴിൽ, അല്ലെങ്കിൽ മെയ്ത്തിയുടെ കീഴിലാണ് ഇവർ നിലവിൽ വർക്ക് ചെയ്യുന്നത്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 2004 അതായത് ഇന്ത്യയുടെ IT ആക്ട്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഒക്കെ വന്നതിന് ശേഷം 2004 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങളാണ് സെർട്ടിനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് രണ്ടാമതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഗ്രാഫൈൻ ആണ്. ഗ്രാഫൈൻ എന്ന് പറയുന്നത് ഒരു ആറ്റത്തിൻ്റെ മാത്രം തിക്നെസ് ഉള്ള ഒരു ബേസിക്കലി എന്താണ്, ഒരു ലെയർ ഓഫ് കാർബൺ ആറ്റംസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ഹെക്സാഗണൽ ആയിട്ടുള്ള ലാറ്റിറ്റ്യൂഡിലാണ് ഇത് അറേഞ്ച് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഗ്രാഫൈറ്റ് എന്ന് പറയുന്ന കാര്യത്തിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഗ്രാഫൈനാണ്. ഇത് അതുകൊണ്ട് തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും തിന്നസ്റ്റ് ആയിട്ടുള്ള ഇലക്ട്രിക്കലി ആൻഡ് തേർമലി കണ്ടക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഈ ഗ്രാഫൈൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വലിയ ഇതിൽ ഫ്ലെക്സിബിൾ ആയതുകൊണ്ടും ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ടും അത്യാവശ്യം സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് യൂസസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിനെ അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിന് വിളിക്കാറുള്ളത് ഒരു വണ്ടർ മെറ്റീരിയൽ എന്നുള്ള പേരിലാണ്. ബിക്കോസ് ഇതിൻ്റെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക് പ്രോപ്പർട്ടീസ്, ഈ കാരണം കൊണ്ടൊക്കെ ഒരു വണ്ടർ മെറ്റീരിയൽ എന്ന് വിളിക്കുന്നൊരു സാധനമാണ് ഗ്രാഫൈൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗ്രാഫൈന് നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻഡിയം, അതുപോലെ തന്നെ ഇൻഡിയത്തിനൊക്കെ റീപ്ലേസ് ചെയ്യാൻ, ഓക്കെ, ഇപ്പോൾ ഈ ഇത്തരത്തിൽ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സിൻ്റെയൊക്കെ കോസ്റ്റ് കട്ട് ഡൗൺ ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യമായിട്ടാണ് പറയുന്നത്. ഓക്കെ, എസ്പെഷ്യലി സ്മാർട്ട് ഫോൺ സ്ക്രീനുകളിലൊക്കെ ഇതിൻ്റെ യൂസേജ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി അടുത്ത ടോപ്പിക്ക് നാഷണൽ ക്വാണ്ടം മിഷനാണ്. ഈ നാഷണൽ ക്വാണ്ടം മിഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ നാഷണൽ ക്വാണ്ടം മിഷൻ എന്ന് പറയുന്നത്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ നാഷണൽ ക്വാണ്ടം മിഷൻ്റെ പർപ്പസ് ആയിട്ട് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഈ ക്വാണ്ടം ടെക്നോളജീസ് റിലേറ്റ് ചെയ്തിട്ടുള്ള സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഫോസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നാഷണൽ ക്വാണ്ടം മിഷൻ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ടാർഗറ്റായിട്ട് പറയുന്നത് ഒരു 50 തൊട്ട് 1000 ഫിസിക്കൽ ക്യൂബിറ്റ്സ് കേപ്പബിലിറ്റി ഉള്ള ഇൻ്റർമീഡിയറ്റ് സ്കെയിൽ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് അടുത്തൊരു 8 വർഷത്തിനകത്ത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ബേസിക്കലി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോട്ടോണിക് ടെക്നോളജി, അതുപോലെ തന്നെ സൂപ്പർ കണ്ടക്റ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോംസിൽ ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് സ്കെയിൽ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് ഒരു അടുത്തൊരു 8 വർഷത്തിനകത്ത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ലക്ഷ്യമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഇത് കൂടാതെ ഈ സാറ്റലൈറ്റ് ബേസ്ഡ് സെക്യൂർ ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഗ്രൗണ്ട് സ്റ്റേഷൻസ്, അതുപോലെ തന്നെ ലോങ് ഡിസ്റ്റൻസ് സെക്യൂർ ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻസ് വിത്ത് അതർ കൺട്രീസ്, ഇൻ്റർസിറ്റി ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ ഓവർ 2000 കിലോമീറ്റേഴ്സ്, അതുപോലെ തന്നെ മൾട്ടി നോഡ് ക്വാണ്ടം നെറ്റ്വർക്ക് വിത്ത് ക്വാണ്ടം മെമ്മറീസ്, ഈ കാര്യങ്ങളൊക്കെ ഈ മിഷൻ്റെ കീഴിൽ വരുന്ന
മറ്റ് ചില ഒബ്ജക്റ്റീവ്സ് ആണ് അല്ലെങ്കിൽ ഡെലിവറബിൾസ് ആണെന്ന് മനസ്സിലാക്കുക. സോ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ക്വാണ്ടം ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നാഷണൽ ക്വാണ്ടം മിഷൻ ലോഞ്ച് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് സെൻട്രൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. സോ ഈ സെൻട്രൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 9B കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ നിലവിൽ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്നൊരു സബ്ജക്റ്റാണ്. പക്ഷേ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ടാവും. ഒന്നിലധികം സ്റ്റേറ്റുകളിൽ സ്റ്റേക്കുള്ള അല്ലെങ്കിൽ ഒന്നിലധികം സ്റ്റേറ്റുകളൊക്കെ വർക്ക് ചെയ്യുന്ന മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ കാര്യം തീരുമാനിക്കാനുള്ള അധികാരം സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. അപ്പോൾ ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് സെൻട്രൽ ഗവൺമെൻറ് 2002 ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ കീഴിൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഈ രജിസ്ട്രാർ ഓഫ് അല്ലെങ്കിൽ ഈ സെൻട്രൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. സോ അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് ഇവരുടെ അധികാര പരിധിയുടെ കീഴിൽ വരുന്നതെന്ന് മനസ്സിലാക്കുക. ഈ സ്റ്റേറ്റുകൾക്കകത്തുള്ള വിത്തിൻ സ്റ്റേറ്റ്സിനകത്തുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ കാര്യം തീരുമാനിക്കുന്നത് അതത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും സ്റ്റേറ്റ് ലോസും ആണെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത ടോപ്പിക്ക് എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷനാണ്. സോ ഇപ്പോൾ ഈ റെഡ് സീലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഹൂത്തി ആക്രമണങ്ങൾ ഈ ഇൻ്റർനാഷണൽ മാരിടൈം ഷിപ്പിങ്ങിനെയൊക്കെ അല്ലെങ്കിൽ മാരിടൈം ട്രേഡിനെയൊക്കെ വലിയ ഇതിൽ ബാധിക്കുന്നതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 13 റിപ്പോർട്ട് ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇന്ത്യയിലെ ബാങ്കുകൾക്കും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള എക്സ്പോർട്ടേഴ്സിനും കൂടുതൽ ക്രെഡിറ്റ് ഫ്ലോ കൊടുക്കണം എന്നുള്ളൊരു ആവശ്യം കൊമേഴ്സ് മിനിസ്ട്രി ഇപ്പോൾ റീസെൻ്റ്ലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പറയുന്ന എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷനോടടക്കം ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്നത് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതൊരു എക്സ്പോർട്ട് ക്രെഡിറ്റ് ഏജൻസിയാണ്. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു എക്സ്പോർട്ട് ക്രെഡിറ്റ് ഏജൻസിയാണ്. അതായത് ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിനുള്ള ക്രെഡിറ്റ് ഗ്യാരണ്ടീസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗവൺമെൻറ്റൽ ഏജൻസിയാണ് ഈ എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓണർഷിപ്പ് അല്ലെങ്കിൽ ഇതിൻ്റെ ഹയർ അതോറിറ്റി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയാണ്. മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ കീഴിലാണ് ഈ ECGC വരുന്നത്. ഓക്കെ, അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മുംബൈ ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ്പോർട്ട് ക്രെഡിറ്റ് ഇൻഷുറൻസ് ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സിനും അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബാങ്കുകൾക്കും കൊടുക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഓപ്പറേഷൻ പ്രോസ്പിരിറ്റി ഗാർഡിയൻ ആൻഡ് ഇന്ത്യ എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. അതായത് ഇപ്പോൾ റെഡ് സീ ഏരിയയിൽ ഹൂത്തി റിബൽസിൻ്റെ ഭാഗത്തുനിന്ന് ഈ മെർച്ചൻ്റ് ഷിപ്പുകൾക്കെതിരായിട്ട് വലിയ ഇതിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ ഹൂത്തീസ് ഈ ആക്രമണങ്ങൾ നടത്തുന്നതിനുള്ളൊരു കാരണമായിട്ട് പറയുന്നത് ഇസ്രായേൽ ഗാസിൽ നടത്തുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നത് വരെ ഈ ആക്രമണങ്ങൾ കണ്ടിന്യൂ എന്നാണ് പറയുന്നത്. ഇനീഷ്യലി ഒരു ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് ഇസ്രായേലുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിട്ടുള്ള ഷിപ്പുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നു. അപ്പോൾ അതിനെതിരായിട്ട് അമേരിക്കയും അമേരിക്കയുടെ ചില അലൈസും ചേർന്നിട്ട് ഓപ്പറേഷൻ പ്രോസ്പിരിറ്റി ഗാർഡിയൻ എന്ന് പറയുന്ന ഒരു മാരിടൈം സെക്യൂരിറ്റി ഇനീഷ്യേറ്റീവ് അല്ലെങ്കിൽ ഒരു മാരിടൈം സെക്യൂരിറ്റി ടാസ്ക് ഫോഴ്സിന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റെഡ് സീ ഏരിയയിൽ മാരിടൈം ഷിപ്മെൻറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അമേരിക്കയും അമേരിക്കയുടെ ഒരു 10ഓളം അലൈസും ചേർന്നുകൊണ്ട് ഈ ഏരിയയിൽ ഒരു കോയിലീഷനായിട്ട് ഒരു മാരിടൈം ടാസ്ക് ഫോഴ്സിനെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഈ ഹൂത്തീസിന് എഗെയിൻസ്റ്റ് ആയിട്ട് US-ഉം UK ഒക്കെ ചില ആക്രമണങ്ങളൊക്കെ നടത്തിയതിനു ശേഷം ഇപ്പോൾ മറ്റുള്ള രാജ്യങ്ങളുടെ ഷിപ്പുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടും ഹൂത്തീസ് എസ്പെഷ്യലി US, UK ബേസ് ചെയ്തിട്ടുള്ള ഷിപ്പുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടും ഈ ഹൂത്തീസ് ആക്രമണം നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇന്ത്യയുടെ കേസിലാണെങ്കിലും ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ 5ാമത്തെ എക്കണോമി ആയതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഒരുപാട് ട്രേഡ് യൂറോപ്പ് ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ട്രേഡ് കടന്നു പോകുന്നത് ഈ റെഡ് സീ റീജിയനിലൂടെയാണ്. അപ്പോൾ നമ്മൾ ട്രേഡ് കണ്ടക്ട് ചെയ്യുന്നത് മുഴുവനായിട്ടും ഈ പറയുന്ന ഇന്ത്യൻ ഓൺഡ് വെസൽസിലായിരിക്കണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ ഹൂത്തീസിൻ്റെ ആക്രമണം ഇന്ത്യൻ എക്കണോമിനെ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ബാധിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ആക്രമണങ്ങൾ നേരിടാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഇപ്പോൾ സ്വന്തം നിലക്ക് നമ്മുടെ ഒരു നേവൽ ടാസ്ക് ഫോഴ്സിനെ അവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ത്യ ഈ പ്രോസ്പിരിറ്റി ഗാർഡിയൻ എന്ന് പറയുന്ന ഒരു മൾട്ടിലാറ്ററൽ മിഷനകത്ത് US ലീഡ് ചെയ്യുന്ന ഈ ഒരു മാരിടൈം സെക്യൂരിറ്റി മിഷനകത്ത് ഇന്ത്യ ജോയിൻ ചെയ്യണോ വേണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്തും എതിർത്തുകൊണ്ടും പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇത് ഇന്ത്യ എന്തുകൊണ്ട് ഇതിനകത്ത് ജോയിൻ ചെയ്യണം, എന്തുകൊണ്ട് ജോയിൻ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. സോ പ്രസൻ്റ്ലി നമ്മൾ ഇതിനകത്ത് ഒരു മെമ്പറല്ല, ഈ ഓപ്പറേഷൻ പ്രോസ്പിരിറ്റി ഗാർഡിയനകത്ത് മെമ്പറല്ല. അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ, ജോയിൻ ചെയ്യാതിരിക്കുന്നതിനുള്ള കാരണങ്ങൾ എന്താണ്, നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യ ജോയിൻ ചെയ്യണം അല്ലെങ്കിൽ ഇന്ത്യ ഈ പറയുന്ന ഓപ്പറേഷൻ പ്രോസ്പിരിറ്റി ഗാർഡിയനിൽ ജോയിൻ ചെയ്യണം എന്ന് പറയുന്ന ആൾക്കാർ പറയുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്,
ഈ ഒരു ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയനകത്ത് പങ്കെടുക്കുന്ന US ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് സ്ട്രെങ്തൻ ചെയ്യാൻ ഇന്ത്യ ഈ പറയുന്ന ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയനിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ സാധിക്കും എന്നല്ലെങ്കിൽ അതിനെ കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യാൻ സാധിക്കുമെന്ന് പറയാം. അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഈ റീജിയനിലെ മാരിടൈം സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. കാരണം ഒരുപാട് രാജ്യങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ കാര്യം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഹൂത്തി റിബൽസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ആക്ടേഴ്സ് അല്ല. ഓക്കെ, നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് എന്നോ അല്ലെങ്കിൽ സെമി സ്റ്റേറ്റ് ആക്ടേഴ്സ് എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. അതായത് ഒരു രാജ്യമൊന്നും അല്ല ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അസിമെട്രിക്കലായിട്ടുള്ള ഈ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന അസിമെട്രിക്കലായിട്ടുള്ള ത്രെട്ടുകൾ, അതായത് നോർമലി സംഭവിക്കാത്ത അസിമെട്രിക്കൽ ത്രെട്ടുകളെ കുറച്ചും കൂടി കൗണ്ടർ ചെയ്യാൻ നമുക്ക് ഇതിലൂടെ സഹായിക്കും. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള ഇനീഷ്യേറ്റീവ്സിനകത്തുള്ള ഇന്ത്യയുടെ പ്രസൻസ് നമുക്ക് വേണമെങ്കിൽ ഒരു ഡിപ്ലോമാറ്റിക് ലിവറേജ് ആയിട്ട് ഈ മിഡിൽ ഈസ്റ്റിനകത്തൊക്കെ നടക്കുന്ന സംഭവങ്ങളിൽ ഒരു ബാർഗെയിനിങ് ചിപ്പായിട്ട് വേണമെങ്കിൽ ഇന്ത്യക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിൻ്റെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ട് ഇന്ത്യ അതിനകത്ത് ജോയിൻ ചെയ്യരുത്, എന്തൊക്കെയാണ് ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന വാദങ്ങൾ. ഒന്നെന്ന് പറയുന്നത് ഈ ഹൂത്തീസിൻ്റെ ആക്രമണം നടക്കുന്ന ഈ റെഡ് സീ റീജിയനിലുള്ള രാജ്യങ്ങൾ പോലും ഈ ഒരു ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയനകത്ത് പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വസ്തുത. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ US ആണെങ്കിലും ബ്രിട്ടൻ ആണെങ്കിലും അതുപോലെ തന്നെ സ്പെയിൻ പോലുള്ള രാജ്യങ്ങളാണെങ്കിലും ഇവരാരും തന്നെ ഈ ഒരു റീജിയനിൽ നിന്നുള്ളവരല്ല. ഇപ്പോൾ ഈ റെഡ് സീ റീജിയനിൽ നടക്കുന്ന ഈ ആക്രമണങ്ങളുടെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലങ്ങൾ, ഇപ്പോൾ ഈ ജിബൂത്തി, അതുപോലെ തന്നെ സൗദി അറേബ്യ, ഈജിപ്ത്, ഈ രാജ്യങ്ങളൊന്നും തന്നെ ഈ ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയനിൽ പങ്കെടുക്കുന്നില്ല. അപ്പോൾ അവർക്കില്ലാത്തൊരു താല്പര്യം നമ്മൾ എന്തിനു കാണിക്കണം എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ്റെ അതിൻ്റെ ഇൻറ്റൻഷനെ കുറിച്ച് അവിടുത്തെ റീജിയൻസിലുള്ള ആൾക്കാർക്ക് തന്നെ താല്പര്യമില്ല, അല്ലെങ്കിൽ അവിടുത്തെ പൊളിറ്റിക്കലായിട്ടുള്ള കുറേ ഇഷ്യൂസ് അതിനകത്ത് ഇൻവോൾവ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിന് ഒരേ ഒരു എക്സെപ്ഷൻ, ഈവൻ ഈ മിഡിൽ ഈസ്റ്റിൽ നിന്ന് പോലും ഈ ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയനിൽ ആ കൂടി ഒരൊറ്റ രാജ്യം പങ്കെടുക്കുന്നുള്ളത് കുറേ ദൂരത്ത് കിടക്കുന്ന ബഹ്റൈൻ മാത്രമാണ്. ഇനി മറ്റൊന്ന്, ഈ US-ൻ്റെ മേജർ അലൈസ് ആയിട്ടുള്ള പല രാജ്യങ്ങളും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏറ്റവും പ്രൈമറിലി പറയാനുള്ളത് ഫ്രാൻസ് ആണ്. അതുപോലെ തന്നെ ഒരു നേറ്റോ അലൈ ആയിട്ടുള്ള ടർക്കി, ഇങ്ങനെയുള്ള രാജ്യങ്ങളൊന്നും തന്നെ ഈ പ്രോസ്പെരിറ്റി ഗാർഡിയനിൽ പങ്കെടുക്കുന്നില്ല. അപ്പോൾ അവരൊന്നും പങ്കെടുക്കാത്തൊരു സാഹചര്യത്തിൽ ഇന്ത്യ എന്തിനത് ചെയ്യണം എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം അവരിതിനകത്ത് പങ്കെടുക്കുന്നില്ലെങ്കിൽ ഇതിനകത്തുള്ള ഇൻവോൾവ് ആയിട്ടുള്ള റിസ്ക് എലമെൻറ്റ്സ് കൂടുതലാണെന്ന് അർത്ഥം. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്തൊരു റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. ഇനി മറ്റൊന്ന്, ഈ ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റി ഇല്ല. കാരണം ഇപ്പോൾ ഈ ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയനകത്ത് ഇത് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ഇനീഷ്യലി ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇഷ്യൂവിനെ, അതായത് ഈ റെഡ് സീയിൽ നടക്കുന്ന ആക്രമണങ്ങൾ നമുക്കൊരു സ്റ്റാൻഡ് അലോൺ ഇഷ്യൂ ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. കാരണം ഈ ഗാസയിലെ യുദ്ധം അല്ലെങ്കിൽ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധം കാരണമാണ് ഹൂത്തീസ് ഇസ്രായേലുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഷിപ്പുകൾക്കെതിരായിട്ടുള്ള ആക്രമണം നടത്താൻ തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗാസയിലെ യുദ്ധം അവസാനിക്കാതെ ഈ റെഡ് സീ ഒരിക്കലും ഒരു സെക്യൂർ റീജിയനാക്കി മാറ്റാൻ സാധിക്കില്ല. രണ്ടാമതായിട്ട് ഇപ്പോൾ ഈ ഹൂത്തി റിബൽസ് ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നതിൻ്റെ ഒരു കാരണം ഈ ഗാസയിൽ നടക്കുന്ന യുദ്ധമാണെങ്കിൽ, അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയനുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഷിപ്പിങ്ങിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് കൂടാതെ ഹൂത്തീസിന് എഗെയിൻസ്റ്റ് ആയിട്ട് യമനിൽ US-ഉം UK ഒക്കെ എയർ സ്ട്രൈക്സ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മിസൈൽസ് ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിലൂടെ US-ഉം UK ഒക്കെ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യത്തിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഇല്ല, അല്ലെങ്കിൽ അതിനകത്ത് ചില കൺഫ്യൂഷൻസ് ഉണ്ടെന്ന് പറയാം. മറ്റൊന്ന്, ഇന്ത്യ ഈ ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയനകത്ത് പങ്കെടുത്തു കഴിഞ്ഞാൽ ഈ റീജിയനിലുള്ള ഇന്ത്യക്കുള്ള ഗുഡ് വിൽ അങ്ങ് ഇല്ലാതാവുമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഹൂത്തീസ് ഈ ആക്രമണങ്ങൾ നടത്താനുള്ള കാരണമായിട്ട് അവർ പറയുന്നത് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളാണ്. സോ ആ ഒരു അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഹൂത്തീസിന് ഈ അറബ് വേൾഡിൽ അത്യാവശ്യം ഒരു ഹീറോയിക് ആയിട്ടുള്ള പരിവേഷമൊക്കെ കിട്ടിയിട്ടുണ്ട്. കാരണം അറബ് സ്റ്റേറ്റുകൾ ഈ ഗാസനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യാത്ത സാഹചര്യത്തിൽ ഹൂത്തീസ് എന്ന് പറയുന്ന ഒരു ഈ അറബ് വേൾഡിലെ ഏറ്റവും പോവർട്ടി സ്ട്രിക്കൺ ആയിട്ടുള്ള രാജ്യത്തിലുള്ള ഒരു മിലിറ്റൻറ്റ് ഗ്രൂപ്പ് ഇത്തരത്തിലുള്ള ആക്ഷൻസ് എടുക്കുന്നത് അവർക്ക് വലിയ ഇതിലുള്ള പോപ്പുലർ സപ്പോർട്ട് കിട്ടാൻ കാരണമായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ഹൂത്തീസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ആക്ഷനകത്ത് ഇന്ത്യ പങ്കെടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയനകത്ത് ജസ്റ്റ് ഷിപ്പിങ്ങിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഹൂത്തീസിന് എഗെയിൻസ്റ്റ് ആയിട്ട് യമനിൽ ഈ US-ഉം ബ്രിട്ടനും ഒക്കെ ആക്രമണം നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മിഡിൽ ഈസ്റ്റിൽ ഒരു റീജിയണൽ വാർ പൊട്ടിപ്പുറപ്പെടാനൊക്കെ മേ ബി കാരണമാകാം. അതുപോലെ തന്നെ ഹൂത്തീസ് ഇത്തരത്തിൽ ഇന്ത്യ ഇതിനകത്ത് പങ്കെടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ ഷിപ്പുകൾ അവർ ടാർഗറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിത് കാരണം കിട്ടുന്ന ബെനിഫിറ്റിനെക്കാട്ടിലും കൂടുതൽ ഒരു ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ ചിന്തിച്ച് കഴിഞ്ഞാൽ ഈ ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയനകത്ത് ഇന്ത്യ ഡയറക്റ്റ്ലി പങ്കെടുത്തു കഴിഞ്ഞാൽ ഈ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന
പൊളിറ്റിക്കൽ ഇഷ്യൂസിനകത്ത് ഇന്ത്യ അറിയാതെ തന്നെ ഇന്ത്യ ഒരു പാർട്ടിയായിട്ട് മാറുന്ന അവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ താല്പര്യങ്ങൾ ശരിക്കും ഇവിടെ സംരക്ഷിക്കപ്പെടുകയല്ല ചെയ്യുക, അത് കൂടുതൽ പ്രശ്നത്തിലാവുകയാണ് ചെയ്യുക എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ആർഗ്യുമെൻറ്റ്സ്. ഇനി ഫൈനലി ഇന്ത്യ ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിനകത്ത് ജോയിൻ ചെയ്യണോ വേണ്ടോ എന്നുള്ള ചോദ്യത്തിനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് വേണ്ട എന്നുള്ളതാണ്. കാരണം ഇന്ത്യയുടെ ഷിപ്പിംഗ് ഈ ഏരിയയിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ത്രെട്ടുകളൊന്നും ഫേസ് ചെയ്യുന്നില്ല. ഇന്ത്യൻ ഷിപ്പുകൾക്കെതിരായിട്ട് ഒന്നോ രണ്ടോ എക്സെപ്ഷൻസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള ആക്രമണങ്ങളൊന്നും ഇവിടെ നടന്നിട്ടില്ല. ആക്ച്വലി റെഡ് സീ ഏരിയയിൽ ഇന്ത്യൻ ഷിപ്പുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആക്രമണങ്ങൾ വളരെ കുറവാണെന്ന് പറയാം. ഇപ്പോൾ ഇന്ത്യൻ ഷിപ്പിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇടയ്ക്കൊരു ആക്രമണം നടന്നിട്ടുണ്ടായിരുന്നത് അറേബ്യൻ സീയിലായിരുന്നു, അതായത് നമ്മുടെ മുംബൈ കോസ്റ്റിൻ്റെ ഒക്കെ തൊട്ടടുത്ത് വെച്ചിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ചില എക്സെപ്ഷൻസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇന്ത്യൻ ഷിപ്പുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ടാർഗറ്റഡ് ആയിട്ടുള്ള ആക്രമണങ്ങൾ ഇവിടെ നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന ഒരു ഇൻ്റർനാഷണൽ കോയിലീഷനകത്ത് ജോയിൻ ചെയ്യേണ്ട ഒരു കാര്യമില്ല. രണ്ട്, ഈ പറയുന്ന ഈ കോയിലീഷനകത്തുള്ള രാജ്യങ്ങളുടെ ഇൻട്രസ്റ്റുകൾ എന്ന് പറയുന്നത് മറ്റു പലതുമാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഈ റീജിയൻ്റെ തൊട്ടടുത്ത് കിടക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് വളരെ വൈറ്റലായിട്ടുള്ള റീജിയനാണ്. കാരണം നമ്മുടെ എനർജി സെക്യൂരിറ്റിക്കൊക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യ അതുപോലെ തന്നെ ഈ മിഡിൽ ഈസ്റ്റിലുള്ള നമ്മുടെ സ്റ്റാൻഡിങ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഹിസ്റ്റോറിക്കലി ഇന്ത്യക്ക് അവിടെ ഒരു ഗുഡ് വിൽ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിനകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി റിസ്ക് എലമെൻറ്റ്സ് കൂടുതലാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഷിപ്പുകൾ ആക്രമണം നേരിടുകയാണെങ്കിൽ അതിനെ ഇപ്പോൾ ഈ സൊമാലിയൻ പൈററ്റ്സിന് അഗെയിൻസ്റ്റൊക്കെ ആയിട്ട് എങ്ങനെയാണ് ഇന്ത്യൻ ഷിപ്പുകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തിരുന്നത്, അത്തരത്തിലുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള കേപ്പബിലിറ്റി ഇന്ത്യൻ നേവിക്ക് ഒറ്റയ്ക്ക് തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു കോയിലീഷനകത്ത് ജോയിൻ ചെയ്തുകൊണ്ട് വലിയൊരു റിസ്ക് എടുക്കേണ്ട ആവശ്യം ഇന്ത്യക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു കൺക്ലൂഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിനകത്ത് ഇന്ത്യ ജോയിൻ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ്. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് FCRA ആൻഡ് NGOs എന്നുള്ളതാണ്. അതായത് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻസ് ആക്റ്റും NGOസുമാണ്. സോ ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻസ് ആക്ട് എന്ന് പറയുന്നത് 1976 ഇന്ത്യയിലെ നാഷണൽ എമർജൻസി നിലവിലുള്ള സമയത്ത് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റൊക്കെ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമമാണ്. സോ ഈ FCRAയുടെ പർപ്പസ് എന്ന് പറയുന്നത്, FCRAയുടെ ഒരു നോഡൽ ഏജൻസി ആയിട്ടുള്ളത് മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സ് ആണ്. ഇതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള അസോസിയേഷൻസോ ഏജൻസീസോ ഒക്കെ ഫോറിൻ കോൺട്രിബ്യൂഷനോ അല്ലെങ്കിൽ ഫോറിൻ ഹോസ്പിറ്റാലിറ്റി ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അതിനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അത് ഇന്ത്യയുടെ ഇൻറ്റേർണൽ സെക്യൂരിറ്റിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള നിയമമാണ് FCRA ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ FCRAക്കകത്ത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, FCRAക്കകത്ത് വരുന്ന രജിസ്ട്രേഷൻ്റെ കേസാണ്. സോ ഈ ഒരു FCRA ആക്ട് അനുസരിച്ച് ഇത്തരത്തിൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ സ്വീകരിക്കേണ്ട ആൾക്കാർ അല്ലെങ്കിൽ ഏജൻസീസ്, നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് ഒക്കെ എന്ത് ചെയ്യണം, മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സിൽ ഒരു FCRA ലൈസൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ FCRA ലൈസൻസിന് അപ്ലൈ ചെയ്ത് അതിൻ്റെ കൂടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് അത് മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സ് വെരിഫൈ ചെയ്തതിന് ശേഷം, അതായത് NGOസിന് ഇത്തരത്തിൽ FCRA സ്വീകരിക്കാൻ വേണ്ടി ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒന്നുകിൽ കൾച്ചറൽ ആക്ടിവിറ്റീസിനോ അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റീസിനോ എഡ്യൂക്കേഷണൽ റിലീജിയസ് അല്ലെങ്കിൽ സോഷ്യൽ ഗ്രൂപ്പുകൾക്കൊക്കെയാണ് ഇത്തരത്തിൽ ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ അങ്ങനെ ആപ്ലിക്കേഷൻ ഈ പറയുന്ന ഇൻ്റലിജൻസ് ബ്യൂറോ ഒക്കെ വെരിഫൈ ചെയ്തതിന് ശേഷം മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സ് ആണ് ഈ ലൈസൻസ് അപ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലൈസൻസ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഈ FCRA ലൈസൻസ് കിട്ടും. ആ FCRA ലൈസൻസിൻ്റെ ഒരു പെർട്ടിക്കുലർ ടൈം ലിമിറ്റിലേക്കാണ് ഈ FCRA ലൈസൻസ് അലോ ചെയ്യുക. അപ്പോൾ അത്രയും കാലം ഇവർക്ക് ഈ ലൈസൻസ് അനുസരിച്ച് ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ പേരിൽ ഫോറിൻ കോൺട്രിബ്യൂഷൻസ് റിസീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ FCRA ആക്ടിനകത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ ഫോറിൻ കോൺട്രിബ്യൂഷൻസ് റിസീവ് ചെയ്യുന്ന എല്ലാ ഇൻഡിവിജ്വൽസും അതുപോലെ എല്ലാ NGOസും ഇത്തരത്തിൽ മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സിൻ്റെ അടുത്ത് FCRA രജിസ്ട്രേഷൻ നടത്തിയിരിക്കണം എന്നാണ്. അപ്പോൾ ഈ രജിസ്ട്രേഷൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 5 വർഷമാണ്. ദാറ്റ് മീൻസ് എല്ലാ 5 വർഷം കൂടുമ്പോഴും ഈ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ അത് ഈ ഒരു 5 വർഷത്തെ പീരീഡ് കഴിയുന്നതിൻ്റെ ഒരു 6 months മുമ്പായിട്ട് ഈ ലൈസൻസ് റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ രജിസ്ട്രേഷനകത്ത് പറഞ്ഞിട്ടുള്ള പർപ്പസുകൾക്ക് വേണ്ടി മാത്രമേ ഇവർക്ക് ഫോറിൻ കോൺട്രിബ്യൂഷൻസ് സ്വീകരിക്കാൻ പാടുള്ളൂ എന്നുണ്ട്. ഇനി ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻസ് ആക്ടിനകത്ത് ഏറ്റവും അടുത്ത കാലത്തായിട്ട് വന്നിട്ടുള്ള അമെൻമെൻറ്റുകളിലൊന്നാണ് 2010 വന്നിട്ടുള്ള അമെൻമെൻറ്റ്. അപ്പോൾ ഈ 2010 വന്നിട്ടുള്ള അമെൻമെൻറ്റിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ 2010 വന്നിട്ടുള്ള അമെൻമെൻറ്റിനകത്ത് പറയുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ FCRA ലൈസൻസ് ഇല്ലാതെ 25,000 രൂപ വരെ ആളുകൾക്ക് ഫോറിൻ കോൺട്രിബ്യൂഷൻസ് ആയിട്ട് റിസീവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ FCRA ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഫണ്ട് കിട്ടിയിട്ടുള്ള ആളുകൾ ആ ഫണ്ട് മറ്റൊരു ആൾക്ക് അല്ലെങ്കിൽ മറ്റൊരു ഏജൻസിക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് FCRA ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ട്രാൻസ്ഫർ നടത്താൻ പറ്റൂ എന്നുണ്ട്. അതുപോലെ തന്നെ ഈ FCRA
രജിസ്ട്രേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ FCR അനുസരിച്ച് ഇത്തരത്തിലുള്ള ഫണ്ടുകൾ സ്വീകരിച്ചിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഏജൻസീസ് ഏതെങ്കിലും തരത്തിലുള്ള FCRA പ്രൊവിഷൻസ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള പേർപ്പസിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവരുടെ റിമൈനിങ് ആയിട്ടുള്ള ഈ അൺയൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള FCRA ഫണ്ടുകൾ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലോട് കൂടി മാത്രമേ പിന്നീട് ഉപയോഗിക്കാൻ പറ്റൂ എന്നുണ്ട്. ഇനി അതുപോലെ തന്നെ 2020 ഏറ്റവും അവസാനം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള അമെൻമെൻറ്റിനകത്ത് വന്നിട്ടുള്ള ചില മാറ്റങ്ങളും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. 2020 വന്നിട്ടുള്ള അമെൻമെൻറ്റിനകത്ത് പറയുന്നത് ഈ FCRA രജിസ്റ്റേർഡ് ആയിട്ടുള്ള NGOs അവരുടെ കോർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് 15 lakhs കഴിഞ്ഞൊരു 3 വർഷത്തിനകത്ത് 15 ലക്ഷം രൂപയെങ്കിലും ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് FCRA രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റൂ എന്നുണ്ട്. രണ്ടാമതായിട്ട് ഈ FCRA ഫണ്ട് റിസീവ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമായിട്ട് അല്ലെങ്കിൽ ഫോറിൻ കോൺട്രിബ്യൂഷൻസ് റിസീവ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമായിട്ട് SBIയുടെ ന്യൂഡൽഹിയിലുള്ള ബ്രാഞ്ചിനകത്ത് ഇവരൊരു സെപ്പറേറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ട്. ആ അക്കൗണ്ടിലൂടെ മാത്രമേ അതൊരു FCRA അക്കൗണ്ടായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യുമ്പോൾ ആ അക്കൗണ്ടിലൂടെ മാത്രമേ ഫോറിൻ കോൺട്രിബ്യൂഷൻസ് റിസീവ് ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെ ഈ FCRA ലൈസൻസിന് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ അവരുടെ ആധാർ കാർഡും ഡീറ്റെയിൽസും കൊടുക്കണം. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ ഇപ്പോൾ ഒരു NGO ഒക്കെ ആണെങ്കിൽ അവരുടെ ആ ഓർഗനൈസേഷൻ്റെ ഓഫീസ് ബെയറേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ ആധാർ കാർഡും കാര്യങ്ങളൊക്കെ ഈ അപേക്ഷയുടെ കൂടെ കൊടുക്കണം എന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ പബ്ലിക് സർവൻസ് ആയിട്ടുള്ള ആൾക്കാർ, അത് FCRA അമെൻമെൻറ്റിനകത്ത് പറയുന്നതല്ല, FCRAക്കകത്ത് ജനറലി പറയുന്നതാണ്. ഈ പബ്ലിക് ഫങ്ഷണറീസ് ആയിട്ടുള്ള പബ്ലിക് സർവൻസ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ ബേസിക്കലി എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻസ് റിസീവ് ചെയ്യാൻ പാടില്ല എന്ന് FCRA ആക്ടിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻസ് സ്വീകരിക്കുന്ന NGOs അവരുടെ ഫോറിൻ ഫണ്ടിൻ്റെ ഏകദേശം 20% മാത്രമേ, നേരത്തെ അത് 50% എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇപ്പോൾ 2020 അമെൻമെൻറ്റ് അനുസരിച്ച് 20% മാത്രമേ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ FCRA സർട്ടിഫിക്കറ്റ് ഇവർക്ക് വേണമെങ്കിൽ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസിനൊക്കെ വേണ്ടിയിട്ട് സറണ്ടർ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ FCRAയുടെ ലൈസൻസ് ഗവൺമെൻറ്റിന് വേണമെങ്കിൽ ഈ ഇത് വയലേറ്റ് ചെയ്യുന്നത് കണ്ടെത്തി കഴിഞ്ഞാൽ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം ഈ ഒരു ആക്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു 180 days വരെ ഇവർക്ക് സസ്പെൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതൊരു 180 days കൂടി, അതായത് നിയർലി ഒരു 6 months കൂടി ഇത്തരത്തിലുള്ള സസ്പെൻഷൻ ഇടയ്ക്ക് വെച്ച് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. ഇനി നിലവിലുള്ള ഇതിൻ്റെ ഒരു സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നമ്മുടെ ഇന്ത്യയിൽ എസ്പെഷ്യലി 2014 ശേഷം ഗവൺമെൻറ് നേരിടുന്ന ഏറ്റവും വലിയൊരു പരാതി എന്ന് പറയുന്നത് ഒരുപാട് NGOസിൻ്റെ ലൈസൻസുകൾ ഇത്തരത്തിൽ സസ്പെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ റിന്യൂ ചെയ്ത് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സിൻ്റെ കണക്കുകൾ അനുസരിച്ച് ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻസ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അടുത്ത കാലത്ത് അപ്രൂവൽ കിട്ടിയിട്ടുള്ള 407 വരുന്ന NGOs ഉണ്ട്. അതിനകത്ത് ഒരു 194 ഗ്രൂപ്പുകളും ഈ ക്രിസ്ത്യൻ മിഷണറി ഗ്രൂപ്പുകളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ FCRA ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പരാതി എന്ന് പറയുന്നത് ഈ ക്രിസ്ത്യൻ മിഷണറി ഗ്രൂപ്പുകളെ സെൻട്രൽ ഗവൺമെൻറ് വലിയ ഇതിൽ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്, ഒരു പരാതിയുണ്ട്. അപ്പോൾ അതിനൊരു മറുപടിയായിട്ട് മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സ് റീസെൻ്റ്ലി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ FCRA ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ള മറ്റുള്ള ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ക്രിറ്റിസിസംസ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ, ഒന്ന് ഈ നിയമത്തിനകത്തുള്ള ആംബിഗ്വിറ്റിയാണ്. ആംബിഗ്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ്റിന് FCRA രജിസ്ട്രേഷൻ റദ്ദാക്കാൻ അല്ലെങ്കിൽ FCRA രജിസ്ട്രേഷൻ ഡിനൈ ചെയ്യാനുള്ള ചില ഗ്രൗണ്ട്സ് ഈ നിയമത്തിനകത്ത് പറയുന്നത് പബ്ലിക് ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദി സ്റ്റേറ്റ് എന്നൊക്കെയാണ്. അപ്പോൾ ഇതിനൊന്നും കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻ ഈ നിയമത്തിനകത്ത് പറഞ്ഞിട്ടില്ല. ഇനി പലപ്പോഴും ഈ NGOസിൻ്റെയൊക്കെ FCRA അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഈ നിയമത്തിനകത്തുള്ള പ്രൊവിഷൻസ് മിസ്യൂസ് ചെയ്യാറുണ്ട്, പൊളിറ്റിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് മിസ്യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളൊരു ആരോപണമുണ്ട്. അതുപോലെ തന്നെ ഈ FCRA വളരെ സ്ട്രിഞ്ചൻ്റ് ആയിട്ട്, അതായത് ഇത്തരത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് നടപ്പിലാക്കുന്നതുകൊണ്ട് തന്നെ ഈ ഫോറിൻ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസ് ഇന്ന് ഇന്ത്യയിലെ NGOസിന് കിട്ടുന്ന ഫണ്ടിങ് വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഈ പലപ്പോഴും നമ്മൾ ഈ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ അല്ലെങ്കിൽ NGOs ഒക്കെ പ്രവർത്തിക്കുക ഹൈലി അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ജീവിക്കുന്ന പ്രദേശങ്ങളിലാണ്. അപ്പോൾ അവരുടെ ലിവിങ്ങിനെയൊക്കെ ഇത് നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യുമെന്ന് പറയാം. അതുപോലെ തന്നെ വേണമെങ്കിൽ ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 19 പറയുന്ന ഫ്രീഡം ഓഫ് അസംബ്ലിയുടെയും ഫ്രീഡം ഓഫ് ഓർഗനൈസേഷൻ്റെയൊക്കെ ഒരു വയലേഷനാണ് അല്ലെങ്കിൽ അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതാണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, പിന്നുള്ളത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ആണ് ഈ നിയമത്തിനകത്ത് പറയുന്നത്. അതുപോലെ തന്നെ ഈ ലൈസൻസ് ഒക്കെ ഈ രജിസ്ട്രേഷനൊക്കെ പുതുക്കി നൽകാനും രജിസ്ട്രേഷൻ കൊടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് ഡിലേസ് വരുന്നുണ്ട് എന്നുള്ള ക്രിറ്റിസിസവും ഉണ്ടെന്ന് മനസ്സിലാക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.